Mindtrend FX. Your journey to mastering the markets begins now. Hi everyone, it's me Rahul. Welcome to Mindtrend FX my YouTube channel. So, ഇന്ന് നിഫ്റ്റി നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ എന്താണോ നമ്മൾ അനാലിസിസ് ചെയ്ത് വെച്ചിരുന്നത് അതേപോലെ തന്നെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മളെന്താ പറഞ്ഞത്, 25,750 മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ 25,750. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ചെയിൻ നമ്മൾ നോക്കിയായിരുന്നല്ലോ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്ഷൻ ചെയിൻ. വെയിറ്റ് സെൻസിബിൾ ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓപ്ഷൻ ചെയിൻ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ചെയിൻ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,750 റെസിസ്റ്റൻസും 25,700 സപ്പോർട്ടുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 25,750 റെസിസ്റ്റൻസും 25,750 റെസിസ്റ്റൻസും 700 സപ്പോർട്ടും. സോ നമുക്ക് ഇന്ന് നമ്മൾ നോക്കിയാൽ കാണാം, ഇന്ന് നിഫ്റ്റി രാവിലെ 1845 ഈ റേഞ്ചിൽ 18 ഇന്ന് ഇവിടെ ഓപ്പണായി താഴോട്ട് വന്നു. ഓക്കെ. സോ അത് കഴിഞ്ഞ് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോഴെല്ലാം 750 എന്ന് പറയുന്ന ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നു, തിരിച്ച് താഴെ വരുന്നു. നോക്കി കാണാം 700 കണ്ടോ, 695 ഇതിൻ്റെ ഹൈ 695. ഓക്കെ, 700 ആ സോണിൽ നിന്ന് നിഫ്റ്റി നേരെ പുഷ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്തപ്പം കണ്ടോ നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വന്നു. ഇതായിരുന്നു നിഫ്റ്റിയുടെ ഇന്നത്തെ മൂവ്മെൻറ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു ഇന്നത്തെ മൂവ്മെൻറ്റ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ ചെയിൻ പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഓപ്ഷൻ ചെയിനിൽ എന്താണ്, NSEയുടെ സൈറ്റ് എടുക്കുക, മാർക്കറ്റ് ഡാറ്റ എടുക്കുക, ഓപ്ഷൻ ചെയിൻ എടുക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ചെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ നമ്മൾ നിയറസ്റ്റ് 25,850 എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, അത്യാവശ്യം 850 36,000 ആണ് അവിടുത്തെ OA ഉള്ളത്. അതിൻ്റെ ഓൾമോസ്റ്റ് 20,000 തന്നെ അവിടെ പുട്ടും, അതായത് പുട്ട് OAയും ഉണ്ട്. സോ 850 ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യത്തില്ല. പിന്നെ 900 ആണ്, 900 950 26,000. ഇതൊരു കുറച്ച് 26,000 ആണ്. 26,000 ആണ് ഇനി നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ 1,65,000 അറൗണ്ട് അവിടെ OA ഉണ്ട്, അതായത് റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ ഓപ്പൺ ഓർഡേഴ്സ് അവിടെ ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 46,000 46,000 ഉള്ളൂ. അവിടെ മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നു പറയുന്ന ആൾക്കാർ, അതായത് ബയേഴ്സ് അത്രേ ഉള്ളൂ, സെല്ലേഴ്സാണ് കൂടുതൽ. സോ അപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കിയാൽ കാണാം, മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 25,999 ഈ ഒരു ഏരിയ 26,000 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 26,000 വരുമ്പം അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നിഫ്റ്റി നാളെ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത്? ഇവിടെ നാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വരുന്നുണ്ട്. സോ നിഫ്റ്റി ഇപ്പോൾ ഈ ട്രെൻഡ് ലൈൻ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അത് റിജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ ഈ നാളെയും അപ്പം ഒന്ന് താഴോട്ട് വന്നാലും ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി അടുത്ത ഹൈ ഒരു ഹയർ ലോ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് 25,890 ഈ ഒരു ഹൈ ഒരു മേജർ റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിലോട്ട് നിഫ്റ്റി എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് അപ്പം നമ്മൾ താഴോട്ടുള്ള എൻട്രി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. 25,700 താഴെ പോകണം. എവിടെ പോകണം? 25,700 താഴെ പോകണം. അത് പറയാൻ കാരണം എന്താണ്, 25,700 ഒരു മേജർ സപ്പോർട്ടാണ്. ആസ് പെർ ഡാറ്റ നോക്കിക്കഴിഞ്ഞാലും 25,700 ഒരു മേജർ സപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ 25,700 താഴെ പോയാൽ മാത്രമേ ഇനി നമുക്ക് ഒരു സെൽ സൈഡിലോട്ട് നമ്മുടെ എൻട്രി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്യാൻഡിൽ പാറ്റേൺ, എന്തെങ്കിലും ഒരു ബിയറിഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ചാർട്ട് പ്രൈസിൽ കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വ്യൂ ബുള്ളിഷാണ്, ഈ ഹൈയുടെ മുകളിൽ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഈ ഡിപ്പിൽ കിട്ടുമ്പം ഇതേപോലെ ഏതെങ്കിലും സിനാരിയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാം, മുകളിലോട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇതാണിപ്പോൾ നാളെ നിഫ്റ്റിയുടെ വ്യൂ. സോ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലോ, ബാങ്ക് നിഫ്റ്റിയും സെയിം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് 1 ഹവറിലിട്ടിട്ട് ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്കിങ് സെക്ടർ എല്ലാം നല്ലോണം അത്യാവശ്യം ബാങ്കിങ് സെക്ടർ ഓക്കെയാണ്. സോ ബാങ്കിങ്ങിൽ നമുക്ക് എൻട്രി വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടർ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബാങ്കിങ്ങിൽ ഇന്ന് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ബാങ്ക് കയറിയപ്പം രാവിലെ മുതൽ തന്നെ അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബാങ്ക് നല്ലോണം മൂവ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്കിങ്ങിൽ നമ്മൾ
ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള മൂവ്മെൻറ്റ് പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് ബാങ്ക് മൂവ് ചെയ്യുന്നത് വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ ഒരു ഹൈ മാത്രമേ ഉള്ളൂ, ഈ ഒരു ചെറിയ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. പുതിയൊരു ഓൾ ടൈം ഹൈ വീണ്ടും നമ്മുടെ ബാങ്കിങ് സെക്ടർ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും. സോ ബാങ്കിങ് സെക്ടർ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അതായത് നമ്മുടെ നിഫ്റ്റി അതിനൊപ്പം തന്നെ മൂവ് ചെയ്യും. കാരണം ഫിനാൻഷ്യലാണ് മെയിൻ തിങ്, ബാങ്കിങ് ആണ് നമ്മുടെ മെയിൻ എക്കണോമിയുടെ ഒരു മെയിൻ തിങ്. സോ അതുകൊണ്ട് തന്നെ ബാങ്ക് മൂവ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ നിഫ്റ്റി മൂവ് ചെയ്യും. സോ നാളെ നിഫ്റ്റിയുടെ നമ്മുടെ വ്യൂ ഇതാണ്. നാളെ നിഫ്റ്റി നമ്മൾ ഈ ഒരു ഹൈയുടെ മുകളിൽ നമ്മൾ വരികയാണെങ്കിൽ 25,826 മുകളിൽ 25,826 മുകളിൽ ബ്രേക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. ഇതിൻ്റെ മുകളിലോട്ടുള്ള ടാർഗറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇന്ന് നമ്മൾ രാവിലെ പറഞ്ഞ നമ്മൾ ഗ്രൂപ്പിൽ എൻ്റെ കപ്പ് ഓഫ് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ഒന്ന് എന്തായിരുന്നു ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒന്ന് ബ്രിട്ടാനിയ ആയിരുന്നു. ഞാൻ ബ്രിട്ടാനിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയ ഇവിടുന്ന് ഒരു ബൈയിങ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയ ഓക്കെ ബ്രിട്ടാനിയ ആയിരുന്നു. സോ ബ്രിട്ടാനിയ നമുക്ക് ഇവിടുന്ന് ഒരു ബൈയിങ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു അടുത്ത ടാബിലായിരുന്നു, സോറി ഇതിനകത്താണ്, വെയിറ്റ് കാണിച്ചു തരാം. ഓക്കെ ബ്രിട്ടാനിയ ഞാൻ ഓൾറെഡി നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയ ഇതിനകത്ത് കാണുന്നുണ്ട് ബ്രിട്ടാനിയ. സോ ബ്രിട്ടാനിയ ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈയിങ് വരാനുള്ള ചാൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ടായിരുന്നു. ബ്രിട്ടാനിയ അത്യാവശ്യം മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുമുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടാനിയ അത്യാവശ്യം ഇന്ന് ആ ഒരു ബൈയിങ് സോണിൽ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. 6,231 നമ്മുടെ ടാർഗറ്റ് ബ്രിട്ടാനിയയുടെ. ആൻഡ് വേറെ നമ്മളിന്ന് കൊടുത്തത് ഒന്ന് സൺഫാർമ ആയിരുന്നു. സൺഫാർമ ഒന്ന് മുകളിലോട്ട് പോയിട്ട് ആ റേഞ്ചിൽ തന്നെയുണ്ട്. സോ സൺഫാർമ നാളെ ഇതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും സൺഫാർമനെ കൺസിഡർ ചെയ്യാം. സൺഫാർമ താഴോട്ട് പോയിട്ടില്ല. സൺഫാർമ ആ ഒരു സപ്പോർട്ടിൽ നിന്ന് ആ ഒരു ഡിമാൻഡ് സോണിൽ നിന്ന് വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. BDL ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പേഴ്സണലായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല, സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വേറെ AU ബാങ്ക് ആയിരുന്നു. AU ബാങ്കും ഗ്രൂപ്പിൽ തന്നിട്ടുണ്ടായിരുന്നില്ല, പേഴ്സണലായിരുന്നു. ആൻഡ് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ്ട്രൽ നോക്കി നോക്കാം. 1652 മുകളിൽ 1652 മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ആസ്ട്രലിനെ കൺസിഡർ ചെയ്യാം ഫോർ എ സ്വിംഗ് ട്രേഡ്. ആൻഡ് കാനറ ബാങ്ക് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബജാജ് ഫിൻ സ്റ്റിൽ ഓണാണ് നമ്മളിതിനകത്ത്. ഇതിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ നാളെ ഇതിലും കൺസിഡർ ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് 1037 വരെയുണ്ട്. ആൻഡ് ഇൻഫി നമ്മളിന്ന് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ടാർഗറ്റ് വരെ പോയിട്ടുണ്ട്, ടാർഗറ്റിൻ്റെ അടുത്ത് വരെ. അതെടുത്ത് അവർക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് ജോയിൻ ഇതുവരെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. നമുക്കവിടെ നല്ല എൻട്രീസും എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കണ്ടൻറ്റ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, പ്ലീസ് ജോയിൻ ദെയർ. ആൻഡ് ബാക്ക് ടു നമ്മുടെ നിഫ്റ്റിയിലോട്ടാണ് നമുക്ക് പോവാം. ബാക്ക് ടു നിഫ്റ്റി. സോ നിഫ്റ്റി നമുക്ക് നാളത്തെ വ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാളത്തെ വ്യൂ. ഈ വ്യൂവിൽ നമുക്ക് നാളെ കിട്ടുകയാണെങ്കിൽ നാളെ നിഫ്റ്റിനെ ബൈ ചെയ്യാം. നമ്മൾ മോണിറ്റർ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.